ഈ കൊക്കോയി കായുമില്ല, ഒന്നുമില്ല. ഉണ്ടാകുന്ന കായാണെ അണ്ണാനും തിന്നുക. ഇത് മരപ്പട്ടി തൂറിയ കാ പോലെ ഇരിക്കുന്നില്ല. നല്ല കായ നോക്കി പൊട്ടിച്ചതാ. മൂക്കറായി വരും തോന്നില്ല. ഏതൊരു പടപ്പതലനോട് വരുന്നുണ്ട്. ആരാ മനസ്സിലായില്ലല്ലോ. എന്നെ കാണാൻ വഴിയൊന്നുമില്ല. എവിടെയോ കണ്ടു മറന്നു പോലെ. ഞാനിവിടെ ഒരു പുതിയതാ. ഞാനിവിടെ ഒരു കേസിൻ്റെ കാര്യമായിട്ട് ഒരു അന്വേഷണത്തിന് വേണ്ടി ഇറങ്ങിയതാ. പക്ഷേ ഈ കാര്യം താൻ വേറെ ആരോടും പറയരുത്. സാറിനെ കണ്ടിട്ടൊരു പോലീസുകാരൻ്റെ ലുക്ക് എനിക്ക് തോന്നുന്നില്ലല്ലോ. എന്തോ വശപ്പശ കൊണ്ടല്ലോ സാറേ. എടോ, അതല്ലേ പറഞ്ഞത്. ഞാനിവിടെ വന്നേക്കുന്ന ഒരു പോലീസുകാരനെ പോലെ അല്ല. അല്ല താൻ ആരോടും പറയരുതെന്ന് പറഞ്ഞത്. ഇപ്പം തന്നെ നാട്ടുകാർ അറിയിക്കോ? ഓഹോ ബ്ലഡി. അയ്യോ എൻ്റെ മെനു സാറേ, എന്നെ ക്ഷമിക്കണം. ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. സാറിൻ്റെ ലുക്ക് കണ്ടാൽ ഒരു പോലീസുകാരനാണെന്ന് തോന്നുന്നില്ല, അതുകൊണ്ടാണ്. ഇനി തൊട്ട് അങ്ങോട്ടൊരു 2-3 ആഴ്ച ഞാനിവിടെ കാണും. തൻ്റെ എല്ലാ സഹായവും എനിക്ക് വേണം, കേട്ടല്ലോ? സാറിന് വേണ്ട എല്ലാ സഹായവും ഞാൻ ചെയ്തു തന്നിരിക്കും. ശരി, താനൊരു കാര്യം ചെയ്യേ. ആദ്യം തന്നെ എനിക്ക് ചെയ്യേണ്ട സഹായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രദേശത്തുള്ള എല്ലാ വീടുകളുടെയും ഡീറ്റെയിൽസ് എനിക്ക് കൊണ്ട് തരണം. സാർ ഒരു കാരണവശാലും ഒന്നും പേടിക്കണ്ട. സാറിന് സർവ്വ സഹായം ഞാൻ ചെയ്തു തന്നിരിക്കും. ഞാൻ എല്ലാ ആൾക്കാർക്കും ഇതുപോലെ സഹായം ചെയ്തു കൊടുക്കാറുണ്ട്. സാറ് അതുപോലെ തന്നെ ചെയ്തു തന്നിരിക്കും. സാറ് കോപ്പും പേടിക്കണ്ട. കോപ്പെന്നോ? അതിനാ ഡയലോഗ് അങ്ങനത്തെ? ഞാൻ ഒരു പോലീസുകാരനെ എൻ്റെ അടുത്ത് സൂക്ഷിച്ചും കണ്ട് സംസാരിക്കണം, കേട്ടല്ലോ? ക്ഷമിക്കണം സാറേ. 2 അടിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കോപ്പൊന്നും അങ്ങനെയുള്ള വൃത്തികെട്ട വർത്താനം എൻ്റെ വായിന്ന് വരുന്നുണ്ട്. ക്ഷമിക്കണം കേട്ടോ സാറേ. കുഴപ്പമില്ല. സാറ് പറയുന്ന സർവ്വ ഡീറ്റെയിൽസ് ഞാൻ തരുന്ന കേട്ടിട്ട് ആദ്യം എൻ്റെ ഡീറ്റെയിൽസ് സാറ് കേൾക്കും. എന്നാ പറ. അത് സാറേ, ഇത് മൊത്തം ഒരു 20 ഏക്കർ സ്ഥലം വരും. കപ്പ, തേങ്ങ, മാങ്ങ, കടച്ചക്ക, കച്ചോലം, ഏലം, കുരുമുളക്, കാപ്പി എന്ന് വേണ്ട സർവ്വ സാധനങ്ങൾ ഈ പറമ്പിലുണ്ട്. സാറിന് ഇനി എന്തെല്ലാം കാര്യങ്ങൾ അറിയണമെങ്കിലും ഞാൻ പറഞ്ഞിരുന്നു. സാറെ സംസാരിച്ച് നേരം പോയി അറിഞ്ഞില്ല. എനിക്ക് കുറേ പണികളുണ്ട് തീർക്കാൻ. ആ പണിയൊക്കെ തീർത്തിട്ട് ഞാൻ കുറച്ച് കഴിയുമ്പം അവിടെ സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ സാർ എൻ്റെ അടുത്തേക്ക് വാ. വന്നിട്ട് അന്നേരം ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് കാര്യം ഓക്കെ. എടാ, നീ എവിടെയാ? എടാ, ഞാൻ ഈ ഗ്രാമത്തിലെത്തി കേട്ടോ. പേടിക്കാനൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. നല്ല അടിപൊളി ഗ്രാമം. ഇവിടെ വന്നപ്പോൾ തന്നെ ഞാനൊരു മണ്ടനെ കണ്ടുമുട്ടി. രക്ഷപ്പെട്ടാവുണ്ട്. ഞാൻ പുള്ളിയോട് പറഞ്ഞേക്കുന്ന ഒരു പോലീസുകാരനാ ഇവിടെ കേസ് അന്വേഷിക്കാൻ വന്നാന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് പുള്ളിനെ പറ്റിച്ചിട്ടുണ്ട്. എടാ, നല്ല അടിപൊളി ഗ്രാമമാടാ. എന്തായാലും ഒരു 1.5 മാസം നമുക്ക് ഇവിടെ നിന്നിട്ട് വിളയാടാം. ലക്ഷണം കണ്ടിട്ട് നമുക്ക് ഇവിടെ നിന്ന് ആവശ്യത്തിന് സാധനങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പോകാൻ പറ്റും. പറമ്പിലൊക്കെ ഇഷ്ടം പോലെ ആദായമുള്ള നല്ല അടിപൊളി സ്ഥലവും. അതെ, നീ ഒരു കാര്യം ചെയ്യും, ടൂൾസൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. ഇന്ന് വൈകുന്നേരം നമുക്ക് രാത്രിയാകുമ്പോഴത്തേനും ഇവിടെ ഒന്ന് അരിച്ച് പറക്കണം. ഓക്കെ. എങ്കിൽ ഞാൻ വൈകുന്നേരത്തേനും വിളിക്കാം. ഓക്കെ. ഹലോ സാർ, കോൺസ്റ്റബിൾ പീതാംബരനാണ്. നമ്മൾ തപ്പിക്കൊണ്ടിരുന്ന കള്ളനെ കണ്ടുകിട്ടി. സാർ പറഞ്ഞതുപോലെ തന്നെ അവൻ ഗ്രാമത്തിൽ വന്നിട്ടുണ്ട്. സാറേ, നമ്മുടെ ഒരു ഭാഗ്യമായത് കറക്റ്റ് ടൈമിലാണ് നമ്മുടെ മുന്നിലവൻ വന്ന് പെട്ടത്. അവൻ എന്നെ മനസ്സിലായിട്ടില്ല. അവനോട് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഞാനൊരു കർഷകനാണെന്നാണ്. ഇല്ലില്ല സാർ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇന്ന് വൈകുന്നേരം തന്നെ അവനെ കൂട്ടാം. ഓക്കെ സാർ. സാറേ, ഇതെന്താ ഉറക്കോ സാറേ? പിടിച്ചു. അതെന്നെ സാറേ, പിടിച്ചു എന്ന് പറഞ്ഞത്? അങ്ങനെ പറഞ്ഞോ? അതെന്നാന്നറിയോ, ഞാൻ ഒരു കള്ളനെ ഓടിച്ചിട്ട് പിടിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ മുന്നേ പോയ പോലീസുകാരോട് പിടിച്ചോടാന്ന് പറഞ്ഞല്ലേ? സാറ് പറഞ്ഞ സർവ്വ ഡീറ്റെയിൽസ് ഞാൻ എടുത്തിട്ടുണ്ട്. കൊള്ളാം. പക്ഷെ ഒരു കാര്യമുണ്ട്, സാർ എൻ്റെ കൂടെ ഒരു സ്ഥലം വരെ വരണം. എങ്ങോട്ട് വേണേലും വരാലോ. എങ്ങോട്ടാന്ന് നിനക്ക് അറിയണമല്ലേ? മനസ്സിലാക്കി തരാം. അവിടെ വിയൂർ സെൻട്രൽ ജയിലിലേക്ക്. അതെവിടെയാ? ജയിലിലേക്ക്. സാറേ, തോക്കൊക്കെ കാണിച്ച് ഭീഷണിപ്പെടുത്തിയാൽ ഞാൻ വരുമെന്നാണ് കരുതിയേ. അങ്ങനെ വരുന്നവനല്ല ഞാൻ. സാറെന്തിനീ തോക്കൊക്കെ എടുത്തിയുമ്മ? ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരൂല്ലായിരുന്നു. വാ, എവിടെ ജീപ്പ് എടുക്കണം? ഒത്തിരി പോണോ?